നമ്മുടെ ഓപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയതാണ് ഓപ്പോ എൻകോ ബഡ്സ് 2. അപ്പോൾ എൻകോ ബഡ്സ് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ബഡ്സ് 2 ലൈക്ക് അതേപോലത്തെ ഷേപ്പൊക്കെ തന്നെയാണ്. അന്നൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അതായത് തലഭാഗം കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു, അകത്തിരിക്കുന്ന സുണ്ണാപ്പി കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവർ ബ്ലാക്ക് കളറിൽ എടുത്തിട്ടുണ്ട്. ഡിസൈനിങ്ങിൽ തന്നെ ആദ്യം ഞാൻ തുടങ്ങാൻ കേട്ടോ. ഡിസൈൻ നല്ല രസമുണ്ട്. ഓപ്പോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു ഗ്ലോസി ഫിനിഷും പുറത്തൊക്കെ ആയിട്ട് ഒരു മാറ്റ് ഫിനിഷുമാണ് ഓപ്പോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 24 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻകോ ലൈവ് സ്റ്റീരിയോ എന്ന് പറഞ്ഞിട്ട് ഒരു എൻഹാൻസ്ഡ് എഫക്ട്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇയർബഡ് എടുത്ത്, ഫോർ എക്സാമ്പിൾ ഒരു ഇയർബഡ് എടുത്ത് ഞാൻ കാതിലേക്ക് വെച്ചു, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അതുപോലെ തന്നെ 10mm ഒരു ഡ്രൈവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. AI നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അത് പക്കയാണ് കേട്ടോ. നിങ്ങൾ കോൾ ചെയ്യാനൊക്കെ പക്ക സാധനം. പിന്നീട് നമുക്ക് ബ്ലൂടൂത്ത് 5.2 ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലേറ്റൻസി ഇല്ല. ഈ ലേറ്റൻസി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും മനസ്സിലാവണമെന്നില്ല. ലേറ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ വയർലെസ്ലി നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില TWSനൊക്കെ പ്രശ്നമുണ്ട്. നമുക്ക് ഫോണിൻ്റെ അകത്ത് ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് സൗണ്ട് കേൾക്കുക. ആ ഒരു ഡിലേ ഒന്നും ഇല്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം കേട്ടോ. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ OnePlus Buds C ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ റിവ്യൂ വരുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 2 കിട്ടിയത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, കോൾ ചെയ്യാൻ കിടില സാധനം. അതായത് നമ്മൾ ഏത് നോയ്സ് ഉള്ള സ്ഥലത്ത് പോയി നിന്നാലും എവിടെ പോയി നിന്നാലും പക്കയായിട്ട് കോൾ ചെയ്യാൻ പറ്റും. നല്ല കിടിലമായിട്ട് കോൾ ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ കാര്യം, OnePlus ഡിവൈസസ്, ഓപ്പോ ഡിവൈസസിലെല്ലാം പക്കയായിട്ട് നമ്മുടെ മറ്റേ ആനിമേഷനും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് കിടിലമാണ്. പിന്നീടുള്ളൊരു കാര്യം, ഇതിൻ്റെ ബാക്കപ്പ് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഒറ്റ തവണ ചാർജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരാഴ്ച 2 ആഴ്ച സുഖമായിട്ട്. അതായത് 24 മണിക്കൂർ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വെച്ച് പാട്ട് കേൾക്കാനൊന്നും പോകുന്നില്ല. നല്ല ബാക്കപ്പ് തന്നെ നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 2ൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. നമുക്കൊരു ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. നിങ്ങൾക്ക് OnePlus അല്ലെങ്കിൽ ഓപ്പോ ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോണിൻ്റെ ചാർജർ തന്നെ കുത്തിയാലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സൗണ്ട് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം. സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ബേസ് നല്ലതുപോലെ ഉണ്ട്. ഓപ്പോയുടെ എൻകോ സീരീസ് മൊത്തം ബേസ് കിട്ടിലുമാണ്. ബേസ് നല്ലതുപോലെ ഉണ്ട്. ഭയങ്കര സൂപ്പർ റിച്ച് ആയിട്ടുള്ള വോയിസ് ടോൺ എന്നൊന്നും ഞാൻ പറയൂല. റിച്ച് ആയിട്ടുള്ള ടോൺ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ട്രബിള് ബാലൻസ്ഡ് ആണ്, കൂടുതലും അല്ല കുറവുമല്ല, ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബേസ് കുറച്ച് ഡീപ്പായിട്ടുള്ള റിച്ച് ബേസ് തന്നെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ എത്ര കൂറ ഓഡിയോ ഇട്ട് കഴിഞ്ഞാലും, അതായത് എത്ര ക്വാളിറ്റി കുറഞ്ഞ ഓഡിയോ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സുഖമായിട്ട് കേൾക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളതുപോലെ തന്നെ ഫീൽ ചെയ്യും. നമ്മൾ യൂട്യൂബ് മ്യൂസിക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, യൂട്യൂബ് മ്യൂസിക്കിൽ പൊതുവേ ഓഡിയോസിന് ക്വാളിറ്റി കുറവാണ്. സ്പോട്ടിഫൈ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ്. അപ്പോൾ യൂട്യൂബ് മ്യൂസിക് ഞാൻ വേറെ കുറേ ഇയർഫോൺസിലേക്ക് യൂസ് ചെയ്തപ്പോൾ ഒരു ചവർ ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവരെന്തോ ഒരു AI എൻഹാൻസിങ് ചെയ്യുന്നതാണ്, പക്ഷേ കാര്യം പൊളി. ഇനി ഡിസൈനിങ് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇത്രയും ബ്ലാക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു ബ്ലൂ, ഒരു ഓഷൻ ബ്ലൂ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ അത് കൊള്ളാം. നമ്മളൊരു ഇയർബഡ്സിൻ്റെ കേസിൻ്റെ ഡിസൈനിലൊന്നും വലിയ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഭയങ്കര സംഭവമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 1799 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുണ്ട് കേട്ടോ. അതായത് 10,000 രൂപയുടെ ഇയർബഡ്സിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ ഭയങ്കര റിച്ച് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് വാങ്ങണോ വേണ്ടതെന്നുള്ളതല്ല നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. പിന്നെ കംഫർട്ടിൻ്റെ കാര്യം എനിക്കത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് എടുത്ത് പറയുന്നില്ല. എന്നാൽ അവർക്ക് കുറച്ചുകൂടി ഇതിനെ ഷോർട്ടാക്കാമായിരുന്നു, ചെറുതാക്കാമായിരുന്നു എന്നൊരു സജഷൻ മാത്രം എനിക്കുണ്ട്. അതായത് കാതിൻ്റെ അകത്ത് വയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്ത് വരുന്ന പല ഇയർഫോൺസും അല്ലെങ്കിൽ TWSും കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കും. ഇത് പക്ഷേ കുറച്ച് ബൾക്കിയാണ്. ഹെൽമെറ്റ്, അതിന് ഹാഫ് ഹെൽമെറ്റ് ആണെങ്കിലും ഫുൾ ഹെൽമെറ്റ് ആണെങ്കിലും ഇടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. കുറച്ച് സീനാണ്. അത് ഓരോ ആൾക്കാരുടെ കാത് പോലെ ഇരിക്കും. എൻ്റെ കാത് കണ്ടല്ലോ ഒരു ആനക്കാതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 2ൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓവർവ്യൂ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ വന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഭയങ്കര കാര്യമായിട്ട് റിവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങണോ വേണ്ടേ എന്നുള്ളത്. നിങ്ങളുടെ യൂസ് കേസ് നിങ്ങൾക്കറിയാം, അത് വെച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ.